കഴിഞ്ഞ കുറേ ദിവസമായി അന്തർദേശീയ മാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങളായി വന്നിരുന്ന വാർത്തയ്ക്ക് സ്ഥിരീകരണവുമായി ട്രംപ് എത്തിയിരിക്കുന്നു. ഗാസ മുനമ്പ് പിടിച്ചെടുക്കാനൊരുങ്ങി അമേരിക്ക. അവിടെയുള്ള ഫലസ്തീനികൾ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും ഒഴിഞ്ഞു പോകണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവരെ ഈ ജോർദാനും ഒപ്പം തന്നെ ഈജിപ്തും ഇവരെ സ്വീകരിക്കണമെന്നും ട്രംപ് പറയുന്നു. ട്രംപ് പറയുന്ന കാര്യം ഇവിടെ ഇനി ഗസയിൽ ഇനി ജീവിക്കാൻ സാധ്യമല്ല, ഒപ്പം തന്നെ സ്ഥിരമായ ഒരു ഭാവി ഗസയ്ക്ക് ഇല്ല എന്നുകൂടി ട്രംപ് പറയുന്നു. ഏതായാലും വാസയോഗ്യമല്ലാത്തൊരു സ്ഥലത്ത് ജീവിക്കാൻ കഴിയില്ല, പക്ഷേ അമേരിക്ക ഇത് പുനർനിർമ്മിക്കും. ആ പുനർനിർമ്മിക്കുന്നതിന് സമയം ആവശ്യമാണ് എന്നുകൂടി ട്രംപ് പറയുന്നു. അതായത് ഇവിടെ ഇനി ഫലസ്തീനികൾ വേണ്ട, ഗസയിൽ നിന്ന് പൂർണ്ണമായി അവരെ ഒഴിപ്പിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കാനാണ് ഇപ്പോൾ ട്രംപ് ഒരുങ്ങുന്നതെന്നാണ്. നമുക്കറിയാം, സൂയസ് കനാലിന് ബദലായിക്കൊണ്ട് ഗസ മുനമ്പ് വഴി ഇസ്രയേൽ വഴി കടന്നു പോകുന്ന ഒരു കനാലിൻ്റെ ചർച്ചകൾ വളരെ മുൻപേ തന്നെ ട്രംപ് ആരംഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ട്രംപ് അത്തരത്തിൽ ചില ആലോചനകൾ നടന്നതായി ചില മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനെ ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇസ്രയേലിന് ഒരു ആശ്വാസം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വാർത്തകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ മാധ്യമങ്ങളുമായി നടത്തിയ ഒരു അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഗസ പിടിച്ചെടുക്കുകയാണ്, ഗസ അമേരിക്ക സ്വന്തമാക്കുന്നു, അവിടെയുള്ളവർ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മറ്റും പോവുക, ഒപ്പം തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറുമായി മുൻപോട്ട് പോകുന്നു. ഇക്കാര്യം ഹമാസും സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാം ഘട്ട വെടിനിർത്തലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായി ഹമാസും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.